അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു നോമ്പ് തുറ സ്പെഷ്യൽ വ്ളോഗാണ്. നോമ്പ് തുറ എന്ന് കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. നമ്മുടെ വറാത്തിൻ്റെ പിറ്റേന്ന് ഒരു നോമ്പുണ്ടല്ലോ, അതിൻ്റെ നോമ്പ് തുറയാണ്. കണ്ണൂരിലെ സ്പെഷ്യൽ ഐറ്റമായ ക്യാരറ്റ് പോള, കായ്പോള ഇതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിലെ ക്യാരറ്റ് പോളയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ ഇറച്ചിയടിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് തുറയാണ്. അങ്ങനെ ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ല, ഹെവി ആയിട്ടൊന്നുമില്ല. ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു നോമ്പ് തുറ. നമുക്ക് ആദ്യം ക്യാരറ്റ് ഇതുപോലെ അത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുക്കറിലിട്ട് വേവിക്കാൻ വെക്കാം. ചെറുതായി കട്ട് ചെയ്യുകയാണെങ്കിൽ വേഗത്തിൽ വെന്ത് കിട്ടും. വേവിച്ചതിന് ശേഷം ക്യാരറ്റ് ഒരു മിക്സിയിൽ ജാറിലോട്ട് മാറ്റിയിട്ട്, ഞാനിവിടെ 6 മുട്ടക്കാണ് ഉണ്ടാക്കുന്നത്. 6 മുട്ട, ഒരു 5-6 സ്പൂണ് പാൽപ്പൊടി, പിന്നെ ഒരു 5-6 സ്പൂണ് പഞ്ചസാര. നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, നിങ്ങളുടെ മധുരം എങ്ങനെയാണ് കൂടുതൽ വേണോ അതിനനുസരിച്ച്. പഞ്ചസാര കൂടിപ്പോയി കഴിഞ്ഞാൽ അതൊരു അലിഞ്ഞ പോലെ ആവും. പിന്നെ നമ്മൾ വിചാരിച്ച പാകത്തിന് കിട്ടില്ല. പിന്നെ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന പാകത്തിലായിരിക്കില്ല കിട്ടുക. ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പാൽപ്പൊടിക്ക് പകരം മൈദയാണ് 2 സ്പൂണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓളകൾ ഉണ്ടാക്കുമ്പോഴേ നോൺ സ്റ്റിക്കിലായാലും അതിൻ്റെ അടിയിൽ മൂടി വെച്ചിട്ട് വേണം, അലുമിനിയത്തിൻ്റെ മൂടി വെച്ചതിന് ശേഷം വേണം അതിൻ്റെ മേലെ പാത്രം വെക്കാൻ. അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതിപ്പോൾ ഇറച്ചിപ്പോളി ആയിക്കോട്ടെ, കായ്പോളി ആയിക്കോട്ടെ, ക്യാരറ്റ് പോളി ആയിക്കോട്ടെ, എന്തിനായാലും. സാധാരണ കാഷ്യൂ നട്ട്സാണ് ഇതിന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യൽ, കാഷ്യൂ നട്ട്സും കിസ്മിസും. പക്ഷേ ഇന്ന് കാഷ്യൂ നട്ട് ഇല്ലാത്തത് കൊണ്ട് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട്. ആദ്യം നമുക്ക് പാൻ ചൂടായതിന് ശേഷം 1-1.5 സ്പൂണോ പശു നെയ്യ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് കുറച്ചൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ബദാമും കിസ്മിസ് എല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ഒരു ഹാഫ് വേവായതിന് ശേഷം ഇതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇറച്ചിയുടേൻ്റെ റെസിപ്പി നോക്കാം. നമുക്ക് കറിവേപ്പില, പിന്നെ ഗാർലിക്ക്, ജിഞ്ചർ, പിന്നെ കുറച്ച് പച്ചമുളക്, ഇതൊക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് റോസ്റ്റ് ആകുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ്, കുരുമുളക്, ഗരം മസാല, മഞ്ഞൾ, ഇതൊക്കെ കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റ് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മാവ് കുഴച്ചതുണ്ടല്ലോ അതിലേക്ക് നമുക്കിത് പരത്തിയിട്ട് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. 2ആയിട്ട് മടക്കുക, കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത് ഷെയ്ക്കാണ്, മാംഗോ ഷെയ്ക്ക്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഒരാളുടെ വിചാരം നോമ്പെന്ന് പറഞ്ഞാൽ ഈ വൈകുന്നേരം സ്നാക്സും ജ്യൂസും ഷെയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ട് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിക്കുന്നതിനാണ് നോമ്പ് എന്ന് പറയുന്നതെന്ന് അവ വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് വേറൊരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.